മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്ത നടപടിയിൽ വിവാദം തുടരുന്നു. UDF സർക്കാർ ഇരകളെക്കാൾ നിസ്സഹായ അവസ്ഥയിലാണോ എന്നാണ് കത്തോലിക്കാ സഭാ മുഖപത്രം ദീപികയുടെ ചോദ്യം. മുനമ്പം ഭൂവിഷയത്തിൽ 10 മിനിറ്റിനകം പരിഹാരമുണ്ടാകാതിരിക്കാൻ മുൻ സർക്കാർ പണി തന്നെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നി ആവശ്യപ്പെട്ടു. മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് വീണ്ടും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വഖഫ് ബോർഡിന്റെ വിജ്ഞാപനം റദ്ദാക്കണമെന്നും മുനമ്പത്തെ വഖഫ് കുറ്റികൾ അറബിക്കടലിൽ എറിയണമെന്നും ദീപികയിലെ മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. അതിനാൽ ഈ സംഭവവികാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും മുഖപ്രസംഗത്തിലുണ്ട്. വിമർശനത്തോട് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി ഇങ്ങനെ: കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? മുനമ്പം നിവാസികളെ ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന് മുനമ്പം സമരസമിതി ആവശ്യപ്പെട്ടു. കീഴ്ക്കോടതി ട്രൈബ്യൂണലിൽ ഒരു കേസ് നടക്കുമ്പോൾ മേൽക്കോടതിയായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാൽ അത് ട്രൈബ്യൂണൽ അതേപടി അനുസരിക്കുകയോ നിവൃത്തിയുള്ള ഭൂമി ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൊസഷൻ ചെയ്തിരിക്കുന്നു, ഇതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ എങ്ങനെ ഉമീദ് പോർട്ടലിൽ ഇത് ചേർക്കാൻ സാധിക്കും? സമരം ഇപ്പോഴില്ലെന്നും അതിനു മുമ്പ് വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് കരുതുന്നുവെന്നും മുനമ്പം സമരസമിതി വ്യക്തമാക്കി. 24 കോട്ടയം, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.